പാകിസ്ഥാന് വീണ്ടും 8ന്റെ പണി ഇന്ത്യ വഴി കിട്ടിയിരിക്കുകയാണ്. ഉം. എന്താണ് ഇത്തവണ ഇന്ത്യ ഒരുക്കിയിരിക്കുന്ന ചെക്ക്? അതായത് ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമൊക്കെ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം ലഘൂകരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പൊടിക്കൈയാണ് ഈ ക്രിക്കറ്റ് കളി എന്ന് പറയുന്നത്. ക്രിക്കറ്റ് നയതന്ത്രം എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇത്തവണ അതിനും ഉള്ള സാധ്യത ഇല്ലാണ്ടാകുന്നു എന്നുള്ള സൂചനയാണ് വരുന്നത്. കാരണം ഏഷ്യ കപ്പ് ക്രിക്കറ്റ്, അതായത് ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിൽ മാത്രം നടക്കുന്ന ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ കീഴിൽ നടക്കുന്ന ഒരു വലിയ ടൂർണമെൻറ്റാണ് ഏഷ്യ കപ്പ് ക്രിക്കറ്റ്. ഈ 2025 T20 ഫോർമാറ്റിൽ, അതായത് ലോകകപ്പ് മത്സരങ്ങൾ വരുന്നുണ്ട്, അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കം എന്ന നിലയിൽ T20 ഫോർമാറ്റിൽ ഈ വർഷം ഏഷ്യ കപ്പിന് വേദിയാകേണ്ടത് ഇന്ത്യയാണ്. ഇന്ത്യക്കാണ് ആതിഥേയ ചുമതലയുള്ളത്. അപ്പോൾ ഈ മത്സരത്തിലേക്ക് തൽക്കാലം പാകിസ്ഥാൻ ഇപ്പോൾ വരുന്നതിന് കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. ഈ പറയുന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കൗൺസിലിൻ്റെ യോഗം ധാക്കയിൽ ചേരാൻ ഈ വരുന്ന 24-ാം തീയതി വിളിച്ചു ചേർത്തിട്ടുണ്ട്. പക്ഷേ ആ യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്നാണ് ഇന്ത്യയുടെ തീരുമാനം. ശ്രീലങ്കയും സമാനമായൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് കാരണമായിട്ട് സൂചിപ്പിക്കുന്നത് ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ, കോലാഹലങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, സുരക്ഷാ ഭീഷണിയുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങോട്ടേക്കുള്ള യാത്ര തൽക്കാലം വേണ്ടെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യയുടെ വിശദീകരണം. അതുമാത്രമല്ല, ഇന്ത്യയുടെ BCCI അധികൃതർക്ക് മറ്റ് ചില തിരക്കുകളുള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ള വിശദീകരണവും നൽകുന്നുണ്ട്. ഇപ്പോൾ ഈ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ യോഗം ധാക്കയിൽ തന്നെ നടത്തണം, എന്താണ് നിർബന്ധം, എന്താണ് മറ്റിടത്ത് എങ്ങോട്ടെങ്കിലും മാറ്റാം എന്നൊക്കെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അവർ പറയുന്നത് ഞങ്ങളൊരു 15 ദിവസത്തെ സമയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നേരിട്ട് വരാൻ പറ്റുന്നവർക്ക് വരിക, അല്ലെങ്കിൽ ഓൺലൈനിലാണെങ്കിലും പങ്കെടുത്താൽ മതി എന്നുള്ളതാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ നിലപാട്. മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. വരുന്ന 20, 24 തീയതികളിലായിട്ട് 3 ദിവസങ്ങളിലായിട്ട്, അല്ല 20 മുതൽ 24 വരെ പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ T20 ക്രിക്കറ്റ് കളിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ആളുകളിവിടെ ഉണ്ടാകുമല്ലോ, അപ്പം മീറ്റിംഗ് എവിടെ വെച്ച് നടക്കുന്നതായിരിക്കും കുറച്ചുകൂടി സൗകര്യം എന്നുള്ളതാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ നിലപാട്. അതുമാത്രമല്ല, ഈ ധാക്കയിൽ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഒരു യോഗം നടന്നിട്ടൊക്കെ കുറേ കാലമായി. അപ്പോൾ കുറേ കാലത്തിന് ശേഷം അവിടെ വെച്ച് നടക്കട്ടെ എന്നുള്ളതാണ് അവരുടെ ഒരു തീരുമാനം. പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു നിലപാട് അറിയിച്ചിട്ടില്ല. ഇത് മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യ ഈ പറയുന്ന ഏഷ്യ കപ്പ് 2025 ഏഷ്യ കപ്പിൻ്റെ സംഘാടകർ ഇന്ത്യയാണ്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ഒരു കത്ത് എഴുതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് നിങ്ങളിത് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അതോ നിങ്ങൾക്ക് വേദി മാറ്റാൻ താല്പര്യമുണ്ടോ, അതിന് കത്ത് എഴുതി അയച്ചു. പക്ഷേ ഇന്ത്യ ഇതുവരെ അതിന് മറുപടി കൊടുത്തിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ഈ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അത്രക്ക് വഷളായിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണം നടന്നു, ഓപ്പറേഷൻ സിന്ദൂർ നടന്നു, രണ്ട് രാജ്യങ്ങളും തമ്മിൽ തുറന്ന യുദ്ധത്തിൻ്റെ വക്കിലെത്തി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനി ഒരു ക്രിക്കറ്റ് മത്സരത്തിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്നുള്ളത് വളരെ തുച്ഛമാണ്. ഇനി അങ്ങനെ ക്രിക്കറ്റ് മത്സരം ഉണ്ടെങ്കിൽ തന്നെ ആ മത്സരം നടക്കുക ഇന്ത്യയിലും ആയിരിക്കില്ല, പാകിസ്ഥാനിലും ആയിരിക്കില്ല. അത് രണ്ടു പേർക്കും ബാധകമല്ലാത്തൊരു ന്യൂട്രൽ വേദിയിലായിരിക്കും എന്നുള്ളതാണ്. നേരത്തെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് നടന്നപ്പോഴും അതിൻ്റെ സംഘാടകർ പാകിസ്ഥാനായിരുന്നു. അപ്പോൾ ഇന്ത്യ ഒരു നിലപാടെടുത്തു, ഞങ്ങൾ പാകിസ്ഥാനിൽ പോയി കളിക്കില്ല. അപ്പോൾ അന്ന് ആ മത്സരങ്ങൾ, ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ മുഴുവൻ നടന്ന ദുബായിലാണ്. പാകിസ്ഥാൻ അന്നേ ഒരു നിലപാടെടുത്തു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇനി ഇന്ത്യയിലേക്ക് വരത്തില്ല, 2027 വരെ വരത്തില്ല എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ നിലപാട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അവരൊരിക്കലും ഇങ്ങോട്ട് ഈ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കളിക്കാൻ വരാൻ സാധ്യതയില്ല. അവരും ആഗ്രഹിക്കുക ഒരു ന്യൂട്രൽ വേദിയിലായിരിക്കും. അപ്പോൾ ഈ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് നടക്കുകയാണെങ്കിൽ ആ മത്സരങ്ങൾ നടക്കുക ദുബായിൽ വെച്ചായിരിക്കും. അതിൻ്റെ മത്സരക്രമമൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അത് സെപ്റ്റംബർ 5-നാണ് ആദ്യത്തെ മത്സരം. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം സെപ്റ്റംബർ 7-ാം തീയതി. പിന്നൊരു മത്സരം കൂടി നടക്കാൻ സാധ്യതയുണ്ട്, അത് സെപ്റ്റംബർ 14-നായിരിക്കും. രസകരമായ സംഗതി എന്തെന്നാൽ, ഇന്ത്യ നേരത്തെ ഒരു നിലപാടെടുത്തിരുന്നു, ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ ഇനി ബോധപൂർവം സൃഷ്ടിക്കേണ്ട എന്നുള്ളത്. അതായത് രണ്ട് രാജ്യങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ടൂർണമെൻറ്റുകൾ ഏതായാലും ഉണ്ടാകില്ല. ഉഭയകക്ഷി ക്രിക്കറ്റ് ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പിന്നെ ഏറ്റുമുട്ടാൻ സാധ്യതയുള്ളത് ഇതേപോലെ വലിയ ടൂർണമെൻറ്റുകളിലാണ്. ഒന്നെങ്കിൽ ICC സംഘടിപ്പിക്കുന്ന ലോകകപ്പ് പോലെ, ചാമ്പ്യൻസ് ട്രോഫി പോലെയുള്ള വലിയ മത്സരവേദികളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഏഷ്യ ക്രിക്കറ്റ് കൗൺസിൽ സംഘടിപ്പിക്കുന്ന ഈ പറയുന്ന ഏഷ്യ കപ്പ് പോലെയുള്ള വേദികളിൽ മാത്രമായിരിക്കും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുക. അതിൽ പോലും ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും വലിയ ഗ്ലാമർ പോരാട്ടം എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളാണ്. അപ്പോൾ ആ മത്സരം ഒരെണ്ണം നടക്കുമെന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഇന്ത്യയും പാകിസ്ഥാനെയും ഒരേ ഗ്രൂപ്പിൽ കൊണ്ടിടുക എന്നുള്ളത് ഒരു ആചാരമായി മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മത്സരം ഉറപ്പിക്കാം.
അല്ലെങ്കിൽ രണ്ടുപേരും രണ്ട് ഗ്രൂപ്പിലാണെങ്കിൽ ഏതെങ്കിലും ഒരു ടീം ആദ്യ പ്രാഥമിക യോഗ്യതാ മത്സരങ്ങളിൽ പരാജയപ്പെട്ടു പോവുകയാണെങ്കിൽ പിന്നീടൊരു ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഒരേ ഗ്രൂപ്പിലിടാൻ അങ്ങനെയുള്ള പരിപാടികൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ നേരത്തെ തന്നെ ICCക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ബോധപൂർവം ഇനി ഒരിക്കലും ഇന്ത്യയും പാകിസ്ഥാനെയും ഒരേ ഗ്രൂപ്പിൽ കൊണ്ടിടരുത്. അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും മത്സരം അങ്ങനെ ഉണ്ടാകേണ്ട എന്നുള്ളൊരു നിലപാടെടുത്തിരുന്നു. അതുമാത്രമല്ല, ഈ മറ്റ് ടൂർണമെൻറ്റുകളിൽ, അതായത് ഇപ്പോൾ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പോലെയുള്ള ICCക്ക് സമാന്തരമായിട്ടുള്ള അത്തരം ടൂർണമെൻറ്റുകളിൽ പോലും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വേണ്ട എന്നുള്ളൊരു നിലപാടുകാരാണ് ഇന്ത്യ. ഒരു പക്ഷേ ഇങ്ങനൊരു ഏഷ്യ കപ്പ് ചിലപ്പോൾ ഇന്ത്യ ബോയ്ക്കോട്ട് ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ഇന്ത്യ ആ മത്സരം ഏഷ്യ കപ്പ് വേണ്ട എന്ന് വെക്കാൻ ഉള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ഏതായാലും ക്രിക്കറ്റ് പ്രേമികൾ പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം പ്രതീക്ഷിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് സെപ്റ്റംബർ 5 തുടങ്ങുന്ന ഏഷ്യ കപ്പ് അവർ കാത്തിരിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. സെപ്റ്റംബർ 7 ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കട്ടെ എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. സെപ്റ്റംബർ 14 വീണ്ടും നടക്കട്ടെ എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നേരത്തെ പറഞ്ഞതുപോലെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ പോലും ഇന്ത്യ നിലപാട് അറിയിക്കാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഈ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അത് ആശങ്കയിൽ തന്നെ. ഈ പറയുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അല്ലെങ്കിൽ ഏഷ്യ കപ്പിൽ ഇന്ത്യ പങ്കെടുക്കാതിരിക്കാനുള്ള സാധ്യതയിൽ മറ്റൊന്നുകൂടിയുണ്ട്. ഇപ്പോൾ ഈ ഏഷ്യ കപ്പ് നിയന്ത്രിക്കുന്നത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലാണ്. അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി എന്ന് പറയുന്നയാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനത്തിൻ്റെ കീഴിൽ ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യ എത്രത്തോളം സന്നദ്ധമാകും എന്നുള്ളത് സംശയമാണ്. നേരത്തെ ഇവർ ഒരു വെല്ലുവിളി കണക്കെ, അതായത് ചാമ്പ്യൻസ് ട്രോഫി മത്സരം നടക്കുന്ന സമയത്തും ഒരു വെല്ലുവിളി കണക്കെ പാകിസ്ഥാൻ പറഞ്ഞിരുന്നു, ഇന്ത്യ പാകിസ്ഥാനിൽ മത്സരം കളിക്കാൻ വന്നില്ലെങ്കിൽ ലോകകപ്പ് അടക്കം പാകിസ്ഥാൻ ബഹിഷ്കരിക്കുമെന്നുള്ളത്. മറ്റ് രാജ്യങ്ങൾ, അതായത് ഈ IPL പോലെയുള്ള മത്സരവേദികളിൽ നിന്ന് മറ്റ് രാജ്യങ്ങൾ അവരുടെ കളിക്കാരെയൊക്കെ പിൻവലിക്കണമെന്നൊക്കെ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ഭീഷണിയൊക്കെ മുഴക്കിയിരുന്നു. പക്ഷേ അതൊന്നും വിലപ്പോയില്ല. ഇന്ത്യ, അതായത് BCCI പറഞ്ഞ നിലയ്ക്ക് കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. ഈ ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങളുടെ ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം നടന്നത് ദുബായിലായിരുന്നു, അല്ലെങ്കിൽ ന്യൂട്രൽ വേദിയിലായിരുന്നു. പാകിസ്ഥാൻ സംഘാടകരായിട്ട് പോലും കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. പാകിസ്ഥാൻ സംഘാടകരായിട്ട് പോലും അവർ പ്രാഥമിക റൗണ്ടിൽ തന്നെ ആ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായെന്ന നാണക്കേട് അവർക്ക് പേറേണ്ടി വന്നു. ഫൈനൽ മത്സരം നടന്ന, അതായത് പാകിസ്ഥാനിൽ വലിയ സ്റ്റേഡിയം അടക്കം അവർ സജ്ജമാക്കി വെച്ചിട്ടും ഫൈനൽ മത്സരം, അത് ഇന്ത്യ ഫൈനൽ കളിച്ചതുകൊണ്ട് ഫൈനൽ മത്സരം പോലും നടന്നത് ദുബായിലാണ്. അവിടെ ഇന്ത്യ ജേതാക്കളാവുകയും ചെയ്തു. അങ്ങനെ വലിയൊരു നാണക്കേട് കഴിഞ്ഞ സമീപകാലത്ത് പാകിസ്ഥാൻ നേരിട്ടു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഏഷ്യ കപ്പ് ക്രിക്കറ്റുകളും വരുന്നത്. പക്ഷേ എന്താണെന്നറിയില്ല, പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ ടൂർണമെൻറ്റ് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കിപ്പോഴും അവ്യക്തതയുണ്ട്. പക്ഷേ ക്രിക്കറ്റ് പ്രേമി എന്ന നിലയിൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ആ ടൂർണമെൻറ്റ് നടക്കണം, ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കണമെന്ന് തന്നെയാണ്. പക്ഷേ കാത്തിരിക്കേണ്ടി വരും.